ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഓണപരീക്ഷ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഓണപരീക്ഷയിൽ മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2x2 മെട്രിക്സ് ആവേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ ഇങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. A11, A12, A21, A22 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറഞ്ഞത് ഓരോ എലമെന്റും aij ഈക്വൽ ടു i പ്ലസ് 2j ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. നോക്കുക എന്താണ് ഉണ്ടാവുക. ആദ്യത്തെ എലമെന്റിൽ i എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് 2 ഇൻറ്റു 1 ആണല്ലോ അല്ലേ. i എന്നുള്ളത് 1 ആണ്, j എന്നുള്ളതും എന്താണ് 1 ആണ്, ഹോൾ സ്ക്വയർ ബൈ 2. അടുത്തതോ നോക്കിക്കോ, 1 പ്ലസ് i 1 ആണ്, പ്ലസ് 2 ഇൻറ്റു j എത്ര, അത് 2 ആണ്, ഹോൾ സ്ക്വയർ ബൈ 2 ആണല്ലോ. അടുത്തത് നോക്കുക, ഇവിടെ A21 ആണല്ലോ. i എന്ന് പറഞ്ഞ 2 പ്ലസ് 2 ഇൻറ്റു 1 ഹോൾ സ്ക്വയർ ബൈ എത്രയാ 2. അടുത്തത് നോക്കൂ നിങ്ങൾ, ഇവിടെ 2 പ്ലസ് 2 ഇൻറ്റു 2 ഹോൾ സ്ക്വയർ ബൈ 2. അപ്പോൾ എന്താ ഉണ്ടാവുക, 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 ബൈ 2 ഉണ്ടാവും. അടുത്തത് 1 പ്ലസ് 4 എത്ര 5 സ്ക്വയർ എത്ര 25 ബൈ 2 ഉണ്ടാവും. അടുത്തത് നോക്കുക, 2 പ്ലസ് 2 ഇൻറ്റു 1 അപ്പോൾ 4 വരും, 4 സ്ക്വയർ 16 ബൈ 2 എത്ര 8. അടുത്ത 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 4 അഥവാ എത്ര 6 സ്ക്വയർ എത്ര 36, അതിൻ്റെ പകുതി എത്ര 18. കണ്ടോ. അപ്പോൾ ഇത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് കണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ NCERT-ൽ നിങ്ങൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർമ്യൂട്ടേഷൻ്റെ ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. നോക്കൂ, ഒരു 2x2 മെട്രിക്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നോക്കണേ, 2x2 മെട്രിക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ അകത്ത് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ്. ഇതിൽ 0യോ 1ഓ മാത്രമാണ് നമുക്ക് എൻട്രീസ് ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് എനിക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, 2 രീതിയിൽ ഫില്ല് ചെയ്യാം. ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. കാരണം 0, 1 ഏതെങ്കിലും ഒന്നല്ലേ, റിപ്പീറ്റേഷൻ എന്തായാലും അലൗഡ് ആണ് അല്ലെ. 0, 1 എന്ന് 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ച് 4 സ്ഥലത്ത് ഫില്ല് ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും റിപ്പീറ്റേഷൻ അലൗഡ് ആയിരിക്കും. അപ്പൊ ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം, ഇവിടെയും 2 രീതിയിൽ ഫില്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം നിങ്ങൾക്ക് ഇതിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 രീതിയിൽ എന്ത് ചെയ്യാം, ഇതിലെ ഫില്ല് ചെയ്യാം. അപ്പൊ 2⁴ എത്രയാ 16 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 16 രീതിയിലുള്ള വ്യത്യസ്തമായ മെട്രിക്സുകൾ നിങ്ങൾ ഉണ്ടാക്കാം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതിപ്പം 3x3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3x3 ആണെങ്കിൽ 9 സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പം 9 സ്ഥലത്തും 2 എലമെന്റ്സ് വീതം ഫില്ല് ചെയ്യാനുള്ളത്, 2 രീതിയിലാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പൊ 2⁹ ആണ് ഉണ്ടാവുക. നോക്ക്, ഇത് മെട്രിക്സിന്റെ ഒരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. x പ്ലസ് y ഈസ് ഈക്വൽ ടു 5 2 0 9. അതേപോലെ തന്നെ x മൈനസ് y ഈസ് ഈക്വൽ ടു എന്തുണ്ടാവും 3 6 0 -1. 2 ലീനിയർ ഇക്വേഷൻ ആണ്. അതിൽ RHS-ൽ നിങ്ങൾ ഒരു നമ്പറിന് പകരം എന്താണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മെട്രിക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ആഡ് ചെയ്യുമ്പം x പ്ലസ് എക്സ്, LHS-ൽ x പ്ലസ് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x വരും. y പ്ലസ് മൈനസ് വൈ എന്തായി പോവും, കട്ടായി പോവും. RHS-ൽ നോക്കൂ, 5 പ്ലസ് 3 കണ്ടോ, 5 പ്ലസ് 3 മെട്രിക്സ് അഡീഷൻ ആണ്. എത്ര വരും, 8 വരും. 2 പ്ലസ് 6 2 പ്ലസ് 6 എത്ര വന്നു, അത് 8 വന്നു. പിന്നെ 0 പ്ലസ് 0 എന്താണ് 0. 9 പ്ലസ് മൈനസ് 1 എത്രയാ, 9 മൈനസ് 1 8 ആണ് അല്ലേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 4 0 4 ഉണ്ടാവും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും y കിട്ടണം എന്നുണ്ടെങ്കിൽ നോക്കുക, 5 2 0 9. അതിൽ നിന്ന് ഞാൻ ഈ y ഞങ്ങൾ റൈറ്റ് കൊണ്ടുപോയി, മൈനസ് y വരും ആണല്ലോ, സോറി എക്സിനെ റൈറ്റ് കൊണ്ടുപോയി കേട്ടോ. അപ്പം മൈനസ് എക്സ് വരും. ശ്രദ്ധിക്കുക, 5 2 0 9 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ 4 4 0 4 ആണല്ലോ. എത്ര ഉണ്ടാവിട, 5 മൈനസ് 4 എത്ര 1, 2 മൈനസ് 4 -2, 0 മൈനസ് 0 0, 9 മൈനസ് 4 എത്രയാ. അപ്പൊ എക്സും വൈയും കിട്ടിയല്ലോ. ഇതേപോലെ തന്നെ 3x പ്ലസ് 2y എന്നുള്ള രീതിയിലുള്ള ലീനിയർ ഇക്വേഷൻ നമ്മൾ NCERT-ന്റെ അകത്തുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, a തന്നിട്ടുണ്ട്, i തന്നിട്ടുണ്ട്. നമ്മളോട് a² ഈക്വൽ ടു KA മൈനസ് 2i ആണ്. അങ്ങനെയാണെങ്കിൽ k കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആദ്യം തന്നെ KA ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇതിനെ a² പ്ലസ് 2i നാക്കാം ആണല്ലോ. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് 2i ആവുമല്ലോ. യെസ്. അപ്പം എന്തായിരിക്കും a²? നോക്ക്, 3 -2 4 -2 ഇൻറ്റു
3 മൈനസ് 2 4 മൈനസ് 2 ആണല്ലോ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3 into 3 അല്ലേ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ എന്താ, 3 into 3 9 പ്ലസ് മൈനസ് 2 into 4 എത്രയാ, -8. ഇനി അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 3 into -2 -6 പ്ലസ് -2 into -2 അല്ലേ, -2 into -2 എത്രയാ, 4. അടുത്തത് നോക്കൂ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എത്രയാടാ, 4 into 3 12 പ്ലസ് -2 into 4 -2 into 4 എത്ര, -8. അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്തുണ്ടാവും, 4 into -2 -8 പ്ലസ് -2 into -2 എത്രയാ, 4. എത്ര ഉണ്ടാവും നോക്കിക്കോളൂ. 9 - 8 1 -6 + 4 എന്ന് പറഞ്ഞാൽ -2 12 - 8 എന്ന് പറഞ്ഞാൽ 4 ആണ്. -8 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -4 ആണ്. ആണല്ലോ. ഇതാണ് a² ഉണ്ടാവുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് a² നിന്ന് ആരെ ആഡ് ചെയ്യണം, 2i ആഡ് ചെയ്യണം. ആണല്ലോ. അപ്പൊ 2i എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇതിനെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, 1നെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും, a² + 2i രണ്ടും ആഡ് ചെയ്താൽ മതി. നോക്കടാ എന്തായിരിക്കും ഉണ്ടാവുക, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1ഉം 2ഉം ആഡ് ചെയ്തു എത്രയാ, 3. ഇനി -2ഉം 0 ആഡ് ചെയ്തു -2. ഇനി 4ഉം 0 ആഡ് ചെയ്തു 4. ഇനി -4ഉം 2ഉം ആഡ് ചെയ്തു എത്ര ഉണ്ടാവുക, -2 അല്ലെ. ഈസ് ഈക്വൽ ടു നമ്മളോട് കെ എ എന്നാ പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ എന്താ, 3 -2 4 -2. നോക്ക്, ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഈ ഒരു മെട്രിക്സ് ആണെന്നാ പറയുന്നത്. എടോ ഇത് രണ്ടും സെയിം മെട്രിക്സുകളല്ലേ, അതിന്റെ അർത്ഥം കെന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും എന്നാണ്. കുഴപ്പമില്ലല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്, അതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. നോക്ക്, നമുക്കറിയാം എ എന്നുള്ളതിനെ 1/2 into a plus a transpose പ്ലസ് 1/2 into a minus a transpose എന്ന് എഴുതാൻ പറ്റുന്ന. ഇതിൽ a plus a transpose എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ഇത് നിർബന്ധമായും എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് വിട്ടുകളയരുതേ. യെസ്, ഇത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. യെസ്. അപ്പോ എ ട്രാൻസ്പോസ് എന്താ നോക്കിയോ, എ ട്രാൻസ്പോസ് എന്താ, 2 - 1 1 -2 3 -2. കണ്ടോ, റോനെ കോളമാക്കിയത് അതാണല്ലോ പരിപാടി. തേർഡ് റോനെ ഞാൻ തേർഡ് കോളമാക്കി, കണ്ടല്ലോ. യെസ്. നോക്കുക, എനെ നമ്മളപ്പോൾ എന്ത് എഴുതും, 1/2 into a plus a transpose. പറഞ്ഞോളൂ, a plus a transpose. ദാ ഓരോ കറസ്പോണ്ടിങ് എലിമെന്റ്സും ആഡ് ചെയ്താ, അതൊക്കെ ആഡ് ചെയ്യും. അപ്പൊ എന്താണ്, 2 + 2 4 ആണോ. ഇനി -1 -3 -1 -2 -3 1 + -4 എത്രയാ, അത് -3 ആണല്ലോ. -2 + -1 എത്ര, -3 3 + 3 6 -2 + 4 2. ഇനി -4 + 1 -3. ഇനി 4 + -2 2. ഇനി -3 + -3 എത്ര, -6. കണ്ടല്ലോ. ഇത് നോക്ക്, സിമെട്രിക് ആയിരിക്കും. ഇവിടെ ഉള്ളത് തന്നെയായി ഇവിടെ ഉണ്ടാവുക. AIJയും AJIയും ഈക്വൽ ആവണം. ഇത് തന്നെയാണോ ഇവിടെ ഉള്ളത്, ഇത് തന്നെയാണോ ഇവിടെ ഉള്ളത്, ഇത് സിമെട്രിക് ആണ്. പ്ലസ് 1/2 into എന്താ, സ്ക്യൂ സിമെട്രിക്. പറ എന്താ സ്ക്യൂ സിമെട്രിക്, അത് A - A ട്രാൻസ്പോസ് ആയിരിക്കും. നോക്ക്, 2 - 2 0 -1 -2 എത്ര, -1 + 2 1 ആണ്. 1 - -4 എത്ര, 5 ആണ്. ഇനി -2 - -1 -1 ആണ്. ഇനി 3 - 3 0 ആണ്. -2 - 4 എത്ര, -6 ആണ്. ഇനി -4 - 1 -5 ആണ്. ആണല്ലോ. 4 - -2 6 ആണ്. -3 - -3 0 ആണ്. നിങ്ങൾ ഇതിനെ 1/2 അകത്തോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധമില്ല, ഇങ്ങനെ എഴുതി തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കായി. അപ്പൊ ഇത് സ്ക്യൂ സിമെട്രിക് ആവുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് മാത്രമല്ല മുകളിലുള്ളതിന്റെ മൈനസ് ആ താഴെ ഉണ്ടാവുക. അതുകൊണ്ടാ ഇതിന്റെ മൈനസ് അല്ല ഇവിടെ ഉള്ളത്, ഇതിന്റെ മൈനസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഒന്ന് സിമെട്രിക് ആണ്, ഇത് സിമെട്രിക് ആണ്. അതേപോലെ തന്നെ ഇതെന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്. ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മളോട് എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണുള്ളത്, അതിൻ്റെ അകത്ത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉള്ളത്. നമ്മുടെ A ട്രാൻസ്പോസ് into AI ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ. നോക്കുക, എന്താണ് A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ സൈൻ ആൽഫ താഴെ അല്ലെ. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമാക്കി. കണ്ടോ. അപ്പൊ നമുക്ക് A ട്രാൻസ്പോസ് into A ആടാ വേണ്ടിയത്. എന്താ ഉണ്ടാവുക, കോസ് ആൽഫ - സൈൻ ആൽഫ കോസ് ആൽഫ.
ഇൻറ്റു എന്താണ് എ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ആണല്ലോ. ഇത് ഐ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയാം മക്കളെ. നോക്കടാ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താണ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ ആണല്ലോ. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്തുണ്ടാവും കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം കണ്ടോ എന്താണ്ടാവുക സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ അഥവാ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ആണല്ലോ. അതേപോലെ തന്നെ അടുത്ത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ ഇനി പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ. നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നുള്ള ഐഡന്റിറ്റി അറിയാത്തവരൊന്നല്ലല്ലോ. 1 ഇതെന്തായി മാറൂടാ ഇതെന്തായി മാറും ഇത് തന്നെയല്ലേ ഇതും അപ്പൊ അത് 0 ആയി പോവും. അതേപോലെ തന്നെ ഇവിടെയും ഇത് തന്നെയല്ലേ ഇതും സബ്ട്രാക്ട് ചെയ്താൽ 0 ആയി പോവും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ഇതല്ലേ ഐ ഇതാണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? യെസ്. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിന്റെ അകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. RHSൽ നിങ്ങൾ 0 കണ്ടോ അഥവാ ഇതെന്താണ് 0 മെട്രിക്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്താണ് 0 മെട്രിക്സ് ആണ്. ശ്രദ്ധിക്കാം, നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താ ഉണ്ടാവുക ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 എത്ര ഉണ്ടാവുക 4 പ്ലസ് 1 ഇൻറ്റു 1 എത്ര 1 ആണല്ലോ. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 ഇൻറ്റു 2 2 പ്ലസ് നോക്കുക ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 0 എത്ര 0. ഇനി അടുത്തത് 1 ഇൻറ്റു 0 എത്ര 0. ഇനി അടുത്തത് നോക്കുക ഫസ്റ്റ് റോ തേർഡ് കോളം 1 ഇൻറ്റു 0 എത്ര 0 പ്ലസ് 2 ഇൻറ്റു 1 എത്ര 2 പ്ലസ് 1 ഇൻറ്റു 2 എത്ര 2. അതിനെയാണ് നമ്മൾ 0 2 x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് 0 മെട്രിക്സ് ആണെന്ന് പറയുന്നത് കേട്ടോ. നോക്കുക ഇത് 1 പ്ലസ് 4 പ്ലസ് 1 എത്രയാണ് 6 ആണ് 2 4. ഇതിനെയാണ് നമ്മൾ 0 2 x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്ക് ഇവിടെ ഒരു റോയും ഒരു കോളവും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും ഒരു സിംഗിൾട്ടൺ മെട്രിക്സ് ആയിരിക്കും. യെസ്, എന്നാലും വെറും 0 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എന്തായാലും സിംഗിൾട്ടൺ മെട്രിക്സ് ആയിരിക്കും. മനസ്സിലാക്കി എന്താ സിംഗിൾട്ടൺ മെട്രിക്സ്? ഒരു എലമെന്റ് മാത്രമുള്ള മെട്രിക്സിന് നമ്മൾ സിംഗിൾട്ടൺ മെട്രിക്സ് അഥവാ 1 by 1 ഉള്ള മെട്രിക്സിനെയാണ്. നോക്കുക 6 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 4 ഇൻറ്റു എക്സ് എത്ര 4x. അതാണ് എന്ത് 0 സിംഗിൾട്ടൺ മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഞാൻ മെട്രിക്സ് 0 എന്ന് മാത്രം എഴുതുന്നു. അഥവാ 4 പ്ലസ് 4x ഈക്വൽ ടു 0 4x ഈക്വൽ ടു എന്തായിരിക്കും -4. അപ്പൊ x ഈക്വൽ ടു എന്തായിരിക്കും -1. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കോളൂ, ഇത് വെരി ഇമ്പോർട്ടന്റ് NCERTന്റെ അകത്ത് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക് എയും ബിയും രണ്ട് സിമെട്രിക് മെട്രിക്സാ. സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോസ് അത് തന്നെയായിരിക്കും. അഥവാ A ട്രാൻസ്പോസ് A ആയിരിക്കും, B ട്രാൻസ്പോസ് എന്തായിരിക്കും B ആയിരിക്കും. നോക്കുക എന്തായിരിക്കും അപ്പൊ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? സ്ക്യൂ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? സ്ക്യൂ ആണ് എന്നുണ്ടെങ്കിൽ A ട്രാൻസ്പോസ് എന്നുള്ളത് എന്തായിരിക്കണം? -A ആയിരിക്കണം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് AB - BA എന്നുള്ളത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. യെസ് ഓർ നോ? നോക്കുക ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു AB - BA എന്നുള്ളതിനെ വെറുതെ ഒരു C എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആക്കി എഴുതി. നോക്കുക ഇനി C എന്നുള്ളത് സിമെട്രിക് ആണോ നോക്കിയാൽ പോരെ. ഏതൊരു മെട്രിക്സും സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നേരെ എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് എടുക്കണം. കണ്ടോ കണ്ടോ നോക്കൂ, നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് അറിയാം. ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്പോസ് എടുക്കാം. ഇത് മൈനസ് ആണെങ്കിലും അതെ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ റിവേഴ്സൽ ലോ എന്ന് അതിന് പറയാം. അത് നേരെ തിരിയും. അഥവാ B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ആവും. യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ AB എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ ട്രാൻസ്പോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, BAക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി നോക്കൂ ഈ പ്രോപ്പർട്ടി പ്രകാരം AB ട്രാൻസ്പോസിന് എനിക്ക് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് എഴുതിക്കൂടെ? മൈനസ് BA ഹോൾ ട്രാൻസ്പോസിന് എനിക്ക് റിവേഴ്സൽ ലോ പ്രകാരം A ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് എഴുതാം. നോക്കുക നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും സിമെട്രിക്കാ. ഈ ഒരു കണ്ടീഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പൊ B ട്രാൻസ്പോസ് B ആണ്, A ട്രാൻസ്പോസ് A ആണ്, മൈനസ് A ട്രാൻസ്പോസ് A ആണ്, B ട്രാൻസ്പോസ് B ആണ്. ആണല്ലോ. ഇതാണോ C? അല്ലല്ലോ. ഞാൻ രണ്ടിൽ നിന്നും മൈനസിനെ അങ്ങ് പുറത്തെടുത്താൽ -AB എന്തായി മാറും? AB ആയി മാറും. മൈനസിനെ പുറത്തെടുത്താൽ BA എന്നുള്ളത് എന്തായി മാറും?
മൈനസ് ബി ആയി മാറും. അപ്പൊ എനിക്ക് സി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് സി എന്ന് പറയാൻ പറ്റും. ഇതല്ലേടാ സി? യെസ് ഓർ നോ? യെസ്. ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞത് പ്രകാരം ഒരു മെട്രിക്സിന് ട്രാൻസ്പോസ് എടുത്താൽ അത് അതിന്റെ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലെ? ഓപ്ഷൻ ആപ്പിൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ എന്ന് പറഞ്ഞത് ഒരു 2/2 മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞത് എന്താണ്? ഒരു 2/2 മെട്രിക്സ് ആണ്. നമ്മളോട് പറഞ്ഞത് എ പ്ലസ് ബി എന്നുള്ളത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കണ്ടീഷനാ ചോദിച്ച്. അതിന്റെ കണ്ടീഷൻ നോക്ക്. എന്തായിരിക്കും എ പ്ലസ് ബി? മക്കളെ നോക്കടാ. എ പ്ലസ് ബി ഇത് രണ്ടും ആഡ് ചെയ്യുക. എന്തുണ്ടാവും? എ പ്ലസ് ബി. അടുത്ത് 0 പ്ലസ് ബി ബി. എ പ്ലസ് 0 എ പ്ലസ് ബി. നമ്മളെ എങ്ങനെയാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാവുക? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ -x ആയിരിക്കും. ആണല്ലോ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് എഴുതി വെക്കണതാ? എ പ്ലസ് ബി എന്നുള്ളത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ എന്തായിരിക്കണം? -b. ഇതാണ് കണ്ടീഷൻ. നിങ്ങൾ ഇവിടെ നോക്കുക. ബി ഈക്വൽ ടു എന്തായിരിക്കണം? -a ആയിരിക്കണം. കണ്ടോ? ഇതിന്റെ നെഗറ്റീവ് ആവണ്ടേ ഇവിടെ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാനാ പറഞ്ഞിട്ടുള്ളത്. നോക്കുക. എന്തായിരിക്കും എ സ്ക്വയർ മക്കളെ? നോക്കിക്കോളൂ. കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണല്ലോ. എന്തായിരിക്കും എ സ്ക്വയർ ഉണ്ടാവുക? പറഞ്ഞോളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി പ്ലസ് സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ. ഇനി അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താ? സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ വീണ്ടും സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പം സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. കണ്ടോ? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണല്ലോ. അടുത്തത് നോക്കിക്കോളൂ. നിങ്ങളിതാ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം നോക്ക്. മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണല്ലോ. പ്ലസ് കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്താണ് ഉണ്ടാവുക? കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. അതും എന്ത് തന്നെയാ? മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പം -2 സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ. നമുക്കറിയാവുന്ന റിസൾട്ടുകളാണ്. നോക്കൂ. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റയാണ്. അതേപോലെ തന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 തീറ്റയാണ്. ഇനി വീണ്ടും -2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റയാണ്. അപ്പം മൈനസ് സൈൻ 2 തീറ്റ കണ്ടല്ലോ. ഇനി അടുത്തത് വീണ്ടും നോക്കുക. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വീണ്ടും എന്താണത്? കോസ് 2 തീറ്റ ആണല്ലോ. ഇതാണ് എ സ്ക്വയറിന്റെ. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബി 2 മെട്രിക്സുകൾ എന്നുണ്ട്. നമ്മളോട് പറഞ്ഞു എ ബി ഇതാണ് എന്നാ പറഞ്ഞത്. അതിന്റെ അകത്ത് ABCD എന്നാണ് കോൺസ്റ്റന്റുകളുടെ അതിന്റെ വാല്യൂ ചോദിച്ച്. നോക്ക്. എന്തായിരിക്കും എ ബി? നോക്ക്. 1 -2 -1 3 ഇൻറ്റു ബി എന്താ? ABCD ആണല്ലോ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്താ? 1 ഇൻറ്റു എ പ്ലസ് -2 ഇൻറ്റു സി -2c. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 ഇൻറ്റു ബി -2d. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം -a പ്ലസ് 3c ആണല്ലോ. ഇനി അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം -b പ്ലസ് 3d ആണോ? യെസ്. ഇതെന്താന്നാടാ പറഞ്ഞത്? പറ. ഇത് 2 9 5 6 ആന്നാ പറഞ്ഞത്. എടാ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സുകളാണ്. 2 മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആവണം. a - 2c ഈക്വൽ ടു എത്ര? 2. അതേപോലെ തന്നെ -a പ്ലസ് 3c എന്താവണം? 5. -a പ്ലസ് 3c എത്ര ആയിരിക്കണം? 5. രണ്ടും ആഡ് ചെയ്ത എയും മൈനസയും കട്ടായി പോലെ. -2c പ്ലസ് 3c എത്ര? c ഈക്വൽ ടു എത്ര? 7. c 7 ആണെങ്കിൽ a എത്ര ആയിരിക്കും? a ഈക്വൽ ടു നമുക്കറിയാം 2 + 2c ആണ്. കണ്ടോ? ഈ -2c റൈറ്റ് കൊണ്ടുപോയതാ. അപ്പോ 2 + 2 × 7 2 × 7 14 + 2 എത്ര? 16. ഇനി ഇതേപോലെ തന്നെ അടുത്ത നോക്കുക. b - 2d 9 ആണ്. നോക്ക്. b - 2d എത്ര? 9 ആണ്. ഇനി -b + 3d എത്ര? 6 ആണ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിയും -bയും കട്ടാവും. -2dയും 3dയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ d വരും. d ഈക്വൽ ടു എത്ര? 15. അപ്പൊ b കിട്ടണം എന്നുണ്ടെങ്കിൽ b ഈക്വൽ ടു എത്ര? 9 + 2d. കണ്ടോ? ഞാൻ ഈ -2d റൈറ്റ് കൊണ്ടുപോയി. അപ്പൊ എന്തുണ്ടാവും പറഞ്ഞോ? 9 + 2 ഇൻറ്റു എത്രയാണ്? d എത്ര? 15. അപ്പൊ 2 × 15 30 30 + ഞാൻ എത്ര? 39. കണ്ടോ? അപ്പം മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഇക്വാളിറ്റി ഓഫ് 2 മെട്രിക്സസ് രണ്ടും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചു.
മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. എ ബി കണ്ടുപിടിക്കാനാ പറഞ്ഞത്. എന്തായിരിക്കും എ ബി നോക്കുക? 2 4 1 -3. ബി എത്ര? 1 -1 5 0 2 6. കണ്ടോ എത്രയാടാ ഇതിന്റെ ഓർഡർ? ഇത് 2/2 ആണ്. ഇതിന്റെ ഓർഡർ എത്ര? 2 റോ 3 കോളം 2/3 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണം. ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ആൻസർ കിട്ടാൻ പോകുന്നത് 2/3 ആയിരിക്കും. അത് മനസ്സിലുണ്ടാവുക. നോക്ക് എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 × 1 + 4 × 0 2. അടുത്ത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 2 × -1 എത്ര? -2 + 4 × എത്ര? 8. -2 + 8 എത്ര? 6. അടുത്തത് ഫസ്റ്റ് റോ തേർഡ് കോളം എത്ര? 2 × 5 എത്ര? 10 പ്ലസ് കണ്ടോ 2 × 5 10 + 4 × 6 4 × 6 എത്ര? 24. അപ്പൊ എത്ര ഉണ്ടാവും ടോട്ടല്? 34. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 1 × 1 1 + -3 × 0 1 കൊടുത്താൽ മതി. ഇനി 1 × -1 -1 + -3 × 2 എത്ര? -6. -1 -6 എത്ര? -7. ഇനി സെക്കൻഡ് റോ തേർഡ് കോളം 1 × 5 എത്ര? 5 + -3 × 6 എത്ര? -18. 5 - 18 എത്ര? -13. ഇതാണ് എ ബി ഉണ്ടാവുക. നമ്മളോട് ഇതിലൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ബി എ ഡിഫൈൻഡ് ആണോ എന്ന്. നമുക്കൊരു കാര്യം അറിയാം, എ ബിയും ബി എയും എന്തല്ല? ഈക്വൽ അല്ല, അഥവാ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ശ്രദ്ധിക്കുക, എന്തായിരിക്കും ബി എ ഉണ്ടാവുക? ബി എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. 1 - 1 5 0 2 6. ഇതിന്റെ ഓർഡർ എത്ര? 2/3. എ എന്ന് പറഞ്ഞാൽ എന്താ? 2 4 1 -3. അതിന്റെ ഓർഡർ എന്താ? 2/2. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? cannot be multiplied. അല്ലേ? എന്താ നമ്മൾ പറയാ? കാരണം ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നമ്പർ ഓഫ് കോളംസ് in B is not equal to number of rows in A. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബി എ എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എ ബി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ ബി എ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയാണ് ഞാൻ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ എല്ലാ ചാപ്റ്ററിൽ നിന്ന് വീഡിയോസ് ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ ബെസ്റ്റ്.